ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിക്ഷേപിച്ചത് 2024 ജനുവരി 1 പിന്നെ വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണിത്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപകരണമാക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. പിന്നെ ഈ മിഷനൊപ്പം പൂജപ്പുര LPS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റും വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ വിവിധ ലക്ഷ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. പിന്നെ ഇൻസാറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. വിക്ഷേപണം 2024 ഫെബ്രുവരി 17 വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ്. പിന്നെ വിക്ഷേപണ വാഹനം GSLV F-14 പിന്നെ GSLVൻ്റെ ഫുൾ ഫോമാണ് ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. ഇത് ഭൂസ്ഥിര ഉപഗ്രഹമാണ്. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. സൗരസ്ഥിര ഉപഗ്രഹം ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഒരു ഉപഗ്രഹമാണിത്. അത്രയാണ് ഈ ഒരു പേജിലെ ഇൻഫോർമേഷൻ. ഇനി അടുത്തതാണ് നോക്കുന്നത്. ആദിത്യ L1 ആണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം PSLV C-57 പിന്നെ ഇതിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയാണ്. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. പിന്നെ ഈ പദ്ധതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓൺബോർഡ് പ്രൊപ്പോഷണൽ എന്ന പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത്. പിന്നെ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ ലഗ്രാഞ്ചിയൻ പോയിന്റിന് ചുറ്റുമുള്ള ഒരു ഹലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിയത് 2024 ജനുവരി 6 2024 ജൂലൈ 2 ആദിത്യ L1 ഹലോ ഓർബിറ്റലിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. 178 ദിവസം എടുത്താണ് ആദിത്യ L1 ഹലോ ഓർബിറ്റലിലെ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത്. ഇനി അടുത്ത ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് 7 പെലോഡുകൾ എന്ന് പറഞ്ഞിട്ട് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണൽ ഗ്രാഫ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. സൂര്യൻ്റെ ബാഹ്യ വലയമായ കൊറോണയെ കുറിച്ച് പഠിക്കുന്നതാണിത്. പിന്നെ സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്ന് വെച്ചാൽ സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ആദ്യത്തെ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റാണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നുള്ളത് സൗരവാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഇത് സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ മാഗ്നറ്റോമീറ്റർ സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പേജിലുള്ളത്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം എന്ന് പറയുന്നത് ആദിത്യ L1 ആണ്. വിക്ഷേപിച്ച തീയതി ഒന്ന് ഓർമ്മിച്ച് വെക്കാവുന്നതാണ്. 2023 സെപ്റ്റംബർ 2 ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് അടുത്ത പേജിൽ കുറച്ച് വിവരങ്ങൾ നോക്കാം. ഇനി അടുത്ത ചന്ദ്രയാൻ 3 പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമാണിത്. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ്. പിന്നെ വിക്ഷേപണ വാഹനം LV-M3 M4 ആണ്. ലിക്വിഡ് ഹൈഡ്രജൻ ആണ് ഇതിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തു ആണ്. മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ്. പിന്നെ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് തുടങ്ങിയത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയ തീയതി 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിൻ്റ് ആണ്. പിന്നെ ഇതൊക്കെ ഗർത്തങ്ങൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. മാൻസിനസ് സി, സിംബലിസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്ന് വീണ സ്ഥലം തിരങ്കയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ചാന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യമായി പറയുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ്. ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് അടുത്ത ലക്ഷ്യം. ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് അടുത്ത ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ ചന്ദ്രനിലെ താപനിലയിലെ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പെലോഡാണ് ചന്ദ്ര സർഫേസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും താപനില കുറയുന്നു. അതും ചന്ദ്രയാൻ 3 അടുത്ത ലക്ഷ്യമാണ്. പിന്നെ താഴെ ബോക്സിലായിട്ട് ദേശീയ ബഹിരാകാശ ദിനം എന്നാണെന്ന് പറയുന്നുണ്ട്. ഓഗസ്റ്റ് 23 പിന്നെ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എഴുതിയിട്ടുണ്ട്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേജിലുള്ളത്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത പേജിൽ ഇൻഫോർമേഷൻസ് നോക്കാം. അടുത്ത സാറ്റലൈറ്റ് ഏതാണെന്ന് നോക്കാം. അടുത്തത് PSLV C-54 ആണ്. ഇത് വിക്ഷേപിച്ചത് 2022 നവംബർ 26 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ISROൻ്റെ ഒരു ദൗത്യമാണിത്. PSLV C-54 എന്ന് പറയുന്നത്. പിന്നെ ഓഷ്യൻസാറ്റ് ശ്രേണിയിലെ 3ാം തലമുറ ഉപഗ്രഹമായ EOS-6 ഉൾപ്പെടെ 9 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ഒരു സാറ്റലൈറ്റാണിത്. PSLV C-54 ദൗത്യത്തിൻ്റെ ഡയറക്ടറായ മലയാളിയാണ് R. ബിജു എന്ന ആളാണ്. പിന്നെ മിഷൻ്റെ ഭാഗമായി ഭ്രമണപഥത്തിൽ എത്തിച്ച മറ്റു ഉപഗ്രഹങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്.
അത് ഭൂട്ടാനിൽ നിന്നുള്ള INS-2B എന്ന കുഞ്ഞൻ ഉപഗ്രഹം, ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ പിക്സൽ വികസിപ്പിച്ച ആനന്ദ് എന്ന ഉപഗ്രഹം, ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസിൻ്റെ തൈബോൾട്ട് എന്ന 2 ഉപഗ്രഹങ്ങൾ, അമേരിക്കയിൽ നിന്നുള്ള ആസ്ട്രോ കാസ്റ്റിൻ്റെ 4 ഉപഗ്രഹങ്ങൾ എന്നിവയാണ് ഭ്രമണപഥത്തിലെത്തിച്ച മറ്റു ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത സാറ്റലൈറ്റാണ് SSLV D1 EOS-2. ഇത് വിക്ഷേപിച്ച് 2022 ഓഗസ്റ്റ് 7-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO വിക്ഷേപിച്ച ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണിത്. പിന്നെ സെൻസറുകൾ തകരാറിലായതിനെ തുടർന്ന് EOS-2, അസാദി സാറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇത് ചെറിയ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഒരു വാഹനമാണിത്. പിന്നെ ISROയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനമാണിത്. പിന്നെ ഒരേ സമയം ഒന്നിലധികം മൈക്രോ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷനാണ് ഈ ഒരു സാറ്റലൈറ്റിൽ ഉള്ളത്. പിന്നെ അടുത്ത രോഹിണി RH-200 പറ്റിയിട്ടാണ്. ഇത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൗണ്ടിങ് ഒരു റോക്കറ്റാണിത്. ഇത് വിക്ഷേപിച്ച് 2022 നവംബർ 23-നാണ്. ഇതിൻ്റെ വിക്ഷേപണ സ്ഥലം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, തിരുവനന്തപുരത്താണ്. കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ പഠനത്തിനുമായി ഉപയോഗിക്കുന്ന സൗണ്ടിങ് റോക്കറ്റുകളാണ് രോഹിണി എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൗണ്ടിങ് റോക്കറ്റാണ് ഈ രോഹിണി 75 എന്ന് പറയുന്നത്. പിന്നെ തോൽവി അറിയാതെ തുടർച്ചയായി 200-ാം വിക്ഷേപണം നടത്തിയ ISROയുടെ റോക്കറ്റാണ് രോഹിണി 200 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. രോഹിണി സൗണ്ടിങ് റോക്കറ്റിനെ പറ്റിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിക്ഷേപിച്ച തീയതിയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സൗണ്ടിങ് റോക്കറ്റാണ് ഈ രോഹിണി 75 എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തോൽവി അറിയാതെ തുടർച്ചയായി 200-ാം വിക്ഷേപണം നടത്തിയ ISROയുടെ റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിണി 200 നമ്പർ ഓർമ്മിച്ച് വെക്കണം. പിന്നെ PSLV C-54 വിക്ഷേപിച്ച വർഷം ഓർത്ത് വെക്കണം. 2022 നവംബർ 26-നാണ് വിക്ഷേപിച്ചത്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ മലയാളിയാണ്. ദൗത്യത്തിൻ്റെ ഡയറക്ടർ മലയാളിയാണ്. അയാളുടെ പേര് R. ബിജു എന്നാണ്. പിന്നെ ഭ്രമണപഥത്തിൽ എത്തിച്ച മറ്റു ഉപഗ്രഹങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കുഞ്ഞൻ ഉപഗ്രഹം, ആനന്ദ് എന്ന ഉപഗ്രഹം, അതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു സാറ്റലൈറ്റിനെ പറ്റി SSLV D1 EOS-2 അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. വിക്ഷേപിച്ചത് 2022 ഓഗസ്റ്റ് 7-നാണ്. പിന്നെ അതിൻ്റെ കുറച്ച് സവിശേഷതകളും കാര്യങ്ങളൊക്കെ താഴെ പറയുന്നുണ്ട്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേജിൽ ഇത്രയാണ് ഇൻഫോർമേഷൻസ് ഉള്ളത്. ഞാൻ ഓൺലൈനായിട്ട് കറണ്ട് അഫെയർസിൻ്റെ ഒരു ബുക്ക് മേടിച്ചതാണ്. അതിലുള്ള കുറച്ച് ഇൻഫോർമേഷൻസാണ് പറഞ്ഞു തരുന്നത്. ഇത് PSCക്കൊക്കെ പഠിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർസാണ്.